നമുക്കിവിടെ ഇന്ന് വന്നിരിക്കുന്ന പാനൽ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടർഫുൾ പാനലാണ് ഡിസ്കഷന് വന്നിട്ടുള്ളത്. സോ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഡിസ്കഷൻ ടോപ്പിക് എന്ന് പോകുന്നത് SME ഫോർ ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഒരുപാട് വലിയ വേർഡ്സ് കാണുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ദ പോയിന്റ് ഈസ് SMEs ഫോർ ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ എന്നുള്ളതാണ്. സോ നമ്മുടെ പാനലിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ നോ ദാറ്റ് നോ ഫോർമൽ ഇൻട്രൊഡക്ഷൻ ഈസ് റിക്വയർഡ് ഫോർ ദിസ് പാനൽ, പക്ഷേ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ്ലി ഐ എം ഇൻട്രൊഡ്യൂസിങ് ചന്ദ്രൻ സർ, TS ചന്ദ്രൻ സർ. സർ ഫോർമൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു DICയുടെ. പിന്നെ സർ ചന്ദ്രൻ സർ ഇറ്റ്സെൽഫ് ഈസ് എ ബ്രാൻഡ്. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സ്മോൾ സ്കെയിലാണെങ്കിലും സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ഒരു എന്താ പറയുക സാരഥി, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ സാറ് ഫേമസ് ആണ്. പിന്നെ നമ്മുടെ കൂടെ ബാക്കിയുള്ളത് ബൈജു സർ, ആഗ്രോ പാർക്കിൻ്റെ ചെയർമാനാണ്. പിന്നെ ദിനേഷ് സർ മലപ്പുറം DICയുടെ GM ആണ്. അപ്പോൾ SMEയെ പറ്റി സംസാരിക്കുക എന്നുള്ളതിൽ ഐ തിങ്ക് ഏറ്റവും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാനലാണ് നമുക്കുള്ളത്. സോ ഐ എം ഓയിങ് ടു ദി ടോപ്പിക്. സോ നമുക്ക് SME എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടപ്പ് കോൺക്ലേവിൽ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്തുകൊണ്ടാണ് നമ്മളിതൊരു സ്പെഷ്യാലിറ്റി വരുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഞങ്ങൾ പല റിലേഷൻസും അല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൺസൾട്ടിങ് പോയിന്റിൽ തന്നെ പലരും, ഇപ്പോൾ എസ്പെഷ്യലി ഇത് ന്യൂ ജനറേഷൻ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ സാറിനോടാണ്. സർ, നമ്മളിപ്പോൾ കൂടുതൽ കേൾക്കുന്നതും ഒരു യങ് ജനറേഷൻ കേൾക്കുന്നത് നമുക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൂടുതൽ പേരും ഒരു കൺസൾട്ടൻറ്റിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈവൻ ഒരു KSUM അപ്രോച്ച് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു മീഡിയം എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരു SME തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒരാളും അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. റെയറായിട്ടുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ വളരെ കുറവാണ്. നമ്മളൊരു പെർസെൻറ്റേജ് വൈസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 80% ആളുകളുടെ മൈൻഡിലുള്ളത് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം, ഫണ്ടിങ് എടുക്കുക എന്നുള്ളതാണ്. പലർക്കും SME എന്നുള്ളൊരു കാറ്റഗറി, അതായത് ഒരു എൻ്റർപ്രൈസ്, ഒരു മീഡിയം എൻ്റർപ്രൈസ് തുടങ്ങണം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങണം എന്നുള്ളത് വളരെ റെയറായിട്ട് അത് ടേമിലായിട്ട് വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പല യൂസ്ഫുള്ളായിട്ട് ഇത് കിട്ടുന്ന, ഫോർ എക്സാമ്പിൾ ഫണ്ടിങ്ങിലാണെങ്കിലും ഇപ്പോൾ KSUM അപ്രോച്ച് ചെയ്യുക, DPIT രജിസ്ട്രേഷൻ എടുക്കുക, അത് കഴിഞ്ഞ് KSUM രജിസ്ട്രേഷൻ യുണൈക്ക് ID എടുക്കുക. ഈ ഒരു ഏരിയയിൽ നിന്നും ഉദ്യം ആധാർ എടുക്കുക, ബാക്കി കേരള സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ നമുക്ക് സെൻട്രലിൽ നിന്ന് MSME DFOകളിൽ കിട്ടുന്ന സർവീസസ് വളരെ കുറച്ച് ആളുകൾ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ എന്താണ് സ്റ്റാർട്ടപ്പ്, എന്താണ് SME എന്നുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ പലർക്കും പല ഒരു ജനറേഷൻസിലും ഇത് അറിയാതെ പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ സാറിന് ആ ഒരു ഡിസ്റ്റിങ്ഷനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അത് എന്താണ് നമുക്കൊരു ഈ ഒരു കാറ്റഗറി ഡിഫറൻസിനെ പറ്റി സാറിന് കൊടുക്കാനുള്ള ഒരു ഐഡിയ, ഈ ഒരു വ്യത്യാസത്തിൻ്റെ? താങ്ക് യു. ഈ SME സ്റ്റാർട്ടപ്പ് അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ നാരമായിട്ടുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പുതുതായി തുടങ്ങുന്ന സംരംഭങ്ങളെ ഒക്കെ നമുക്ക് സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാം. പക്ഷേ സ്റ്റാർട്ടപ്പ് എന്ന ഒരു സ്ഥാപനം അതിൻ്റെ ഒരു ഡെഫിനിഷനിൽ ഉൾക്കൊള്ളണമെങ്കിൽ അത് ഇന്നവേറ്റീവ് ആയിരിക്കണം, ഒരു പ്രോബ്ലം സോൾവിങ് ആയിരിക്കണം എന്നുള്ളതാണ്. ഏറ്റവും ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോഴാണ് അത് സ്റ്റാർട്ടപ്പ് ആകുന്നത്. പല ആളുകളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ഒരു ധാരണ ഈ സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാലൊക്കെ IT റിലേറ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പുകളെല്ലാം IT റിലേറ്റഡ് അല്ല. ഇപ്പോൾ നമ്മൾ കരിക്ക് കുടിക്കുമ്പോൾ ആ കരിക്ക് ഇന്ന് ആരും ഉണ്ടാക്കാത്ത രീതിയിൽ അതിന് പ്രോസസ്സ് ചെയ്ത് ഒരു പ്രോഡക്റ്റായിട്ട് ഇറക്കുകയാണ് എങ്കിൽ ഇറ്റ്സ് എ സ്റ്റാർട്ടപ്പ്. അതൊരു സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ ആഗ്രോ ബേസ്ഡ് സ്റ്റാർട്ടപ്പ് ആവാം, ഏത് തരം സ്റ്റാർട്ടപ്പ് വേണമെങ്കിലും ആവാം. ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരു ഐഡിയ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമിക തലം എന്ന് പറയുന്നത്. ഈ ഐഡിയ ഈ കോഴിമുട്ട ഇൻക്യുബേറ്റ് ചെയ്യാൻ വയ്ക്കുന്നത് പോലെ വെച്ച് അതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് അത് വിരിയിച്ചെടുത്ത് കൊമേഴ്ഷ്യലൈസ് ചെയ്യുമ്പോഴാണ് ആ സ്റ്റാർട്ടപ്പ് ഫലപ്രദമായി വിജയിച്ചു എന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ ഓൾ ഇന്ത്യ തലത്തിലായാലും ശരി, കേരളത്തിലായാലും ശരി, സ്റ്റാർട്ടപ്പുകളുടെ ഒരു സക്സസ് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ബിലോ 10% ആണ്. അതേസമയം ഒരു SME പുതുതായി തുടങ്ങുന്ന ഒരു ചെറുകിട വ്യവസായത്തിൻ്റെ ഒരു സക്സസ് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എബവ് 80% ആണ്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പിൽ
നമ്മളിങ്ങനെ മുട്ട വെച്ച് ഇങ്ങനെ ഇൻക്യുബേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിനൊക്കെ തയ്യാറുള്ള നല്ല നല്ല ആശയങ്ങൾ, നല്ല നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ് സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ MSME എന്ന് പറയുന്ന വളരെ വൈവിധ്യമാർന്നൊരു മേഖല. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഏകദേശം 6.5 ലക്ഷത്തോളം സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 11.5 കോടിയോളം ജനങ്ങൾ അതിൽ ജോലി ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ 48% നമ്മുടെ എക്സ്പോർട്ട് മാർക്കറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ MSME സെക്ടറാണ്. അതുപോലെ തന്നെ 29% ഓഫ് ദ GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ SME സെക്ടറാണ്. കേരളത്തിലെടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയും കേരളത്തിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പറ്റിയൊരു ക്ലൈമറ്റ് ഇല്ല, അത്തരം കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയും. എന്ന് പറയുമ്പോഴും ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് പോലും കേരളത്തിൽ 24 ലക്ഷം സംരംഭങ്ങൾ MSME കാറ്റഗറിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ കുറച്ച് ഒരു 10-20% ഫെയിലുവറായി പോയിട്ടുണ്ടാവും, പൂട്ടിപ്പോയിട്ടുണ്ടാവാം. എങ്കിൽ കൂടി അത്രയധികം സംരംഭങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം ഓപ്പർച്യൂണിറ്റീസ്, ആർക്കും ഒരു എക്സ്പേർട്ട്നെസ്സും വേണ്ട. നാളെ ഒരു ബിസിനസ് ചെയ്യണം, ഒരു രൂപ മുടക്കാനില്ല, അവനും വന്ന് ചെയ്യാവുന്ന വൈവിധ്യമാർന്ന മേഖലകൾ തുറന്നു നൽകുന്ന അതിശക്തമായ വിപുലമായ ഒരു മേഖലയാണ് ചെറുകിട വ്യവസായ മേഖല എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. താങ്ക് യു സർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് ബൈജു സാറിൻ്റെ അടുത്താണ്. സാർ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ സാർ ഒരു SME ഹാൻഡിൽ ചെയ്യുന്ന, ഒരുപാട് SMEകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ സാറിൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോഴത്തെ ജനറേഷൻ എസ്പെഷ്യലി ടു ദി SMEസിൻ്റെ ഒരു ഓവർസീ ചെയ്യുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളത്, അതായത് നോട്ട് ഓൺലി വിത്ത് ദി ഫണ്ടിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിലേക്ക് പോകുന്നതല്ല, പ്യുവർലി ടു ദ ഇൻഡസ്ട്രി, അതായത് സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ജനത നോക്കിക്കാണുന്നത്. അതായത് ഒരു സ്റ്റാർട്ടപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുക എന്നുള്ളതിനേക്കാൾ ഉപരി SMEകളിലേക്ക് മാറുക, അല്ലെങ്കിൽ SMEകളിൽ ഗവൺമെൻറ് കൊടുക്കുന്ന സപ്പോർട്ടുകൾ. സാർ ഒരു വ്യവസായകനും കൂടിയാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എത്ര പേര് നമ്മൾ SMEകൾ ചൂസ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റിലേക്ക്, ഉദ്യമമാധാർ എടുക്കുക എന്നിട്ട് SMEകൾ ചൂസ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റിലേക്ക് പോകുന്നുണ്ട്. സാറിൻ്റെ ഒരു കാഴ്ചപ്പാട്, സാർ ഒരു ഇൻക്യുബേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫണ്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് എന്നുള്ളൊരു പോയിന്റിൽ ചോദ്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട പാനൽ മെമ്പേഴ്സ്, പ്രിയപ്പെട്ട പെരിന്തൽമണ്ണ ഇവിടെ വന്ന് നിങ്ങളെ കാണാനും നിങ്ങളോട് സംവദിക്കാനും ഒക്കെ കിട്ടിയ വലിയൊരു അവസരത്തെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നു. കേരളത്തിൽ സംരംഭകത്വ മേഖലയിലേക്ക് നിരവധിയായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരടക്കം കടന്നു വരുന്നൊരു കാലമാണ്. അപ്പം അവിടെ നമുക്കറിയാം, മുന്നേ നമ്മൾ സംരംഭക സൗഹൃദ ആവാസ വ്യവസ്ഥയിൽ 15ാം സ്ഥാനത്തും 29ാം സ്ഥാനത്തേക്കുമൊക്കെ കൂപ്പുകുത്തിയിട്ട് ഇപ്പം നമ്മളുടെ കണക്കിൽ ഈ സംരംഭക സൗഹൃദ ആവാസ വ്യവസ്ഥയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇന്ന് 1ാം സ്ഥാനത്താണ്. ആ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതിന് ലേക്ക് നമ്മളെ എത്തിച്ചതിൻ്റെ പിന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട വ്യവസായ വകുപ്പിലെ ഒരാൾ റിട്ടയർ ആയതും പ്രിയപ്പെട്ട സാറും ഒക്കെ ഉണ്ട്. വ്യവസായ വകുപ്പും മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഒക്കെ ചേർത്തിണക്കിക്കൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്ന നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ 1ാം സ്ഥാനത്തെത്തിയത്. അപ്പം ഇതിനോടനുബന്ധമായിട്ട് ഇനി നമ്മൾക്ക് ഒരു ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി സോഷ്യൽ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളുടെ സമൂഹത്തിലും നമ്മളുടെ സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളിലും വീടുകളിലുമൊന്നും ഈ സാമൂഹിക അന്തരീക്ഷം, പ്രത്യേകിച്ചൊരു ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി സാമൂഹിക അന്തരീക്ഷം, വ്യവസായ സൗഹൃദ സാമൂഹിക അന്തരീക്ഷം എന്ന് പറയാം, രൂപപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ആ രൂപപ്പെടുത്തൽ കൂടെ കൂടിയിട്ട്, അതിനു കൂടെ കൂടിയിട്ട് ഉതകുന്നൊരു പ്രക്രിയയായി ഈ പരിപാടിയെ നമുക്ക് കാണാം. കാരണം ഓരോ ഗ്രാമത്തിലും വ്യവസായത്തെക്കുറിച്ച് സംസാരിക്കാൻ ആളുകളുണ്ടാവുക, അതിൽ കേരളത്തിൻ്റെ സാധ്യതകളെയും അവസരങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ വ്യവസായം ചെയ്യാത്ത ആളുകൾ പോലും തയ്യാറാവുന്ന ഒരിടമായിട്ട് നമുക്ക് ഈ മലപ്പുറത്തെയും പെരിന്തൽമണ്ണയെയും കേരളത്തെ ആകെയും മാറ്റിയെടുക്കാൻ കഴിയുമ്പോഴാണ് കേരളത്തിലൊരു ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി എക്കോസിസ്റ്റം, ഒരു സാമൂഹ്യ ആവാസ വ്യവസ്ഥയും കൂടി നമുക്ക് രൂപീകരിക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ എന്നോട് ചോദിച്ച ചോദ്യം SMEയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. SME എന്നെ നമുക്ക് MSME എന്ന് തന്നെ ഒന്ന് റീഫോം ചെയ്യാം. അപ്പോൾ MSMEയിലേക്ക് വരുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്,
ഈ ഞാൻ ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റും അല്ലെങ്കിൽ MSME സെക്ടറിൽ പ്രൊഡക്റ്റുകൾ സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എളുപ്പം നമുക്ക് ഇപ്പം ആദ്യമേ ഒരു സംരംഭം ആരംഭിക്കുമ്പോഴെപ്പോഴും ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്ന ആളെ വിഷമിപ്പിക്കുന്നൊരു കാര്യം, ഈ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റിനെ ഒരു ഐഡിയ ആക്കി പ്ലേസ് ചെയ്ത് അത് ജനങ്ങളെ മനസ്സിലാക്കി അത് ഉപയോഗിക്കാൻ പഠിപ്പിച്ച് അതിൽ നിന്നൊരു റവന്യൂ നേടിയെടുക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള പണം കണ്ടെത്തുക എന്നുള്ളതാണ് അവർ ഏറ്റവും കൂടുതൽ ചലഞ്ചായിട്ട് അനുഭവിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് നമ്മൾക്ക് ഈ സ്റ്റാർട്ടപ്പ് എന്നും അതുപോലെ തന്നെ സീഡ് ഫണ്ടിങ്ങും ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ വന്നത്. ഇതിനു മുമ്പൊക്കെ നമ്മളെന്താ വീട്ടിലെ നമ്മുടെ ആധാരം പണയം വെച്ചും കല്യാണം കഴിച്ചവരാണെങ്കിൽ ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചും ഒക്കെ വ്യവസായം ചെയ്തൊരു തലമുറയുടെ പിന്മുറക്കാരാണ് ഇവിടെ ഇരിക്കുന്നവർ. പ്രത്യേകിച്ചും മലപ്പുറത്തെ അതിന് പ്രത്യേകിച്ച് ഞാൻ ആ കാര്യങ്ങളൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ നാട്ടിലേക്കാൾ ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നൊരു ജില്ലയാണ് മലപ്പുറം. വ്യവസായത്തെക്കുറിച്ചും അതുപോലെ തന്നെ വലിയ കാഴ്ചപ്പാടുകളുമൊക്കെ ഒരുപാട് രൂപപ്പെടുത്തിയ ജില്ലയാണ് മലപ്പുറം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ പറഞ്ഞു, ഈ സസ്റ്റൈനബിലിറ്റിയുടെ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ പലപ്പോഴും സ്റ്റാർട്ടപ്പുകളുടെ ഫൗണ്ടർമാർക്ക് കഴിയുന്നില്ലെന്നുള്ളതാണ് ഞാൻ കണ്ടത്. രണ്ടാമത്തൊരു കാര്യം, ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു വാക്കിനെ ഒരുപാട് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ 2013 ടെക്നോളജി ഒരു PPP മോഡലിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ കുത്തൊഴുക്ക് തുടങ്ങുന്നൊരു കാലമാണ്. അപ്പോൾ അവിടേക്ക് പലപ്പോഴും ഈ കുട്ടികൾ ഒരുപാട് ആളുകൾ, ഞങ്ങളുടെ ഗ്രാമത്തിലാണ് തുടങ്ങിയത്. കാക്കൂർ എന്ന് പറഞ്ഞത് ബസ് സ്റ്റോപ്പ് പോലും ഇല്ലാത്തൊരു ഗ്രാമത്തിൽ ടെക്നോളജി തുടങ്ങിയപ്പോഴും പാലക്കാട് നിന്നും മണ്ണാർക്കാട് നിന്നും അതിനപ്പുറത്ത് നമ്മുടെ കണ്ണൂരിൽ നിന്നൊക്കെ കുട്ടികൾ വരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചത് ഇവരെല്ലാവരും ഭയങ്കര സ്റ്റാർട്ടപ്പ് മോഹത്തോട് കൂടിയിട്ട് ഇന്നോവേറ്റീവ് ഐഡിയ ആയിട്ട് വരുന്നു, ഇങ്ങനെ വരുന്നു, ഇവർക്കെല്ലാം അവസരം കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഇതൊന്നും സ്കെയിലപ്പ് ചെയ്യുന്നില്ല, ഇതൊന്നും വളരുന്നില്ല. ഞാൻ നിങ്ങളോട് വളരെ തുറന്നു പറയാം, സപ്ലി എഴുതി മടുത്തിനി ഒരിക്കലും ജയിക്കൂല എന്ന് കണ്ടിട്ട്, എന്നാൽ അടുത്തത് കല്യാണമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ കല്യാണം വരാൻ പോകുമ്പോഴത്തേക്കും ഏതെങ്കിലും തരത്തിലുള്ളൊരു തൊഴിലോ വരുമാനമോ ഇല്ലെങ്കിൽ പലപ്പോഴും കല്യാണ മാർക്കറ്റിൽ യാതൊരു ഡിമാൻഡും ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്ന് ഒരു കമ്പനി ഉണ്ടാക്കുക. അപ്പോൾ ടെക്നോളജിയിൽ വന്നാൽ 2000 രൂപ കൊടുത്തൊരു ക്യാബിൻ കിട്ടും, സ്പേസ് കിട്ടും. 4 പേര് കൂടി ഒരു കമ്പനി എടുത്താൽ 500 രൂപയുടെ ചിലവേ മാസമുള്ളൂ. ഇവരവിടെ വന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇവർക്കൊരു ക്യാബിന് മാറ്റിയിട്ട് നമ്മൾ ഇവർ വളരും, ഇന്ന് വളരും, നാളെ വളരും, ഇവർ സമൂഹത്തിന് വലിയ പ്രസക്തിയുള്ളവരായി മാറുമെന്നൊക്കെ വിചാരിച്ച് കാത്തിരിക്കുകയാണ്. അപ്പോഴും പിന്നീടാണ് ഞങ്ങൾക്കൊക്കെ ഇത് മനസ്സിലായത്. അപ്പോൾ പിന്നീട് നമ്മൾ ഇതിനകത്ത് ഇവരുടെ വിദ്യാഭ്യാസ നിലവാരം എന്താണ് ഇവരുടെ പ്രൊഡക്റ്റ് എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്റ്റാർട്ടപ്പ് ആരംഭിക്കാനുള്ള കാരണത്തിൻ്റെ പുറകെ നമ്മൾ പോയതിൻ്റെ ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പം CEO ആയി ഒരു വിസിറ്റിംഗ് കാർഡ് അടിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു രജിസ്ട്രേഷൻ എടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ പേരിൻ്റെ താഴെ CEO ഇന്നതിൻ്റെ ഫൗണ്ടർ എന്ന് ചേർക്കാം. ആട്ടുകാർ വിചാരിക്കും ഇതേതാണ്ടൊരു വലിയ കമ്പനിയാണ്, ഇതൊരു വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഈ സ്റ്റാർട്ടപ്പ് ആരംഭിക്കുക എന്ന് പറയുന്നത് നമ്മൾക്കൊരു ലക്ഷ്യവും നമ്മളുടെ ഉദ്ദേശവും വളരെ വ്യക്തമാണെങ്കിൽ, നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് വളരും. അതിനോടൊപ്പം തന്നെ MSMEക്കുള്ളൊരു ഗുണം എന്താണ്? രണ്ടാമത്തെ സെഗ്മെന്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും ഇന്നോവേഷൻ മാത്രമല്ല വ്യവസായം എന്ന് പറയുന്നത്. പപ്പടവട ഉണ്ടാക്കുന്ന ഒരു കമ്പനി നിങ്ങൾ തുടങ്ങിക്കും, നാളെ നിങ്ങൾക്ക് വിൽക്കാം. നാളെ നിങ്ങൾ തൊട്ടടുത്ത കടയിൽ പാക്ക് ചെയ്ത് കൊണ്ടുവച്ചാൽ പിറ്റേ ദിവസം 15 രൂപ എടുത്താൽ കടക്കാരൻ തരും. ഇത് വിറ്റുപോയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ബ്രാൻഡില്ല, പ്രത്യേകിച്ച് നാട്ടിൻപുറത്ത് എല്ലാവർക്കും അറിയാവുന്നൊരു ഉൽപ്പന്നം എന്നുള്ള നിലയിൽ. അപ്പോൾ MSMEയിൽ വരുമ്പം ഇങ്ങനൊരു ഗുണമുണ്ട്. പ്രിയപ്പെട്ട ചന്ദ്ര സാർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഏരിയ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്, ഒരുപാട് യൂസേഴ്സ് ഉണ്ട്, ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ നമുക്ക് ക്ലബ് ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു എക്കോസിസ്റ്റത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. എന്നോട് ചോദിച്ച ഫണ്ടിൻ്റെ കാര്യമാണ് ഞാൻ ഓക്കെ. അപ്പം ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലിലേക്കാണ് നമ്മൾ പോകേണ്ടത്. സ്റ്റാർട്ടപ്പ് ഉണ്ടാവണം, MSME ഉണ്ടാവണം. ഈ MSME ഇപ്പോൾ ആദ്യമേ ഒരു ക്യാഷ് ഫ്ലോ നേടി സ്വന്തം പണം കൊണ്ട് സസ്റ്റെയിൻ ചെയ്യാൻ, അതായത് ഒരു സീഡ് ഫണ്ടോ ഏഞ്ചൽ ഫണ്ടോ ഇല്ലാതെ ഒരു വായ്പ എടുത്ത് അല്ലെങ്കിൽ സ്വന്തം പറമ്പ് പണയം വെച്ചിട്ടുള്ള ഒരു വായ്പ എടുത്ത് സസ്റ്റെയിൻ ചെയ്യാൻ നിൽക്കുന്ന ആളാണെങ്കിൽ ക്യാഷ് ഫ്ലോ ഉള്ളൊരു പ്രൊഡക്റ്റ് വേണം നിങ്ങൾ ആദ്യം ചെയ്യാൻ. നിങ്ങളുടെ ഇന്നോവേഷനും നിങ്ങളുടെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നൂതനാശയവും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രൊഡക്റ്റ് ആവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ പ്രൊഡക്റ്റിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഇന്നോവേറ്റീവായി മാറുമ്പോൾ അതിനുള്ള പണം കണ്ടെത്താൻ കഴിയും. അപ്പം ഇത്തരത്തിലുള്ള മാറ്റമാണ് നമ്മൾക്ക് കേരളത്തിൽ ആവശ്യം. അടുത്ത ക്വസ്റ്റ്യൻ. താങ്ക് യു സർ. അടുത്ത ദിനേശ് സാറിനോടാണ്. വ്യവസായ വകുപ്പിൻ്റെ ഒരു ഭാഗം എന്നതിന് സാറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വ്യവസായം തുടങ്ങാൻ താല്പര്യമുള്ള ഒരാൾ
ഇപ്പോൾ സാറിനെ സമീപിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു എൻവയോൺമെൻറ്റൽ നമ്മുടെ ഒരു എക്കണോമിക് ഫാക്ടറിൽ സാറിൻ്റെ അടുത്ത് സമീപിക്കുന്നവർക്ക് ഇപ്പോൾ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, വ്യവസായ വകുപ്പ് എന്നുള്ള രീതിയിലും മാർക്കറ്റ് എന്നുള്ള രീതിയിലും എന്തൊക്കെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ചാലഞ്ചസ്, ഈ ചാലഞ്ചസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ വകുപ്പിൻ്റെയോ സൈഡിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാനുള്ളതായിട്ടുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സജഷൻസ്. നമസ്കാരം, ഞാൻ SME റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് സംസാരിക്കുന്നത്. ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സിൻ്റെ കീഴിലുള്ള മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ജനറൽ മാനേജറാണ് ഞാൻ. SME എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പുമായിട്ട് അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ കൂടുതൽ കിടക്കുന്നില്ല, എൻ്റെ വിഷയം SME തന്നെ ആയതുകൊണ്ട്. നമ്മുടെ ഒരു സംരംഭം ആരംഭിക്കുന്നതിനുള്ള പ്രോഡക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഒരു സർവീസ് എന്ത് കൊടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്, എന്ത് ട്രേഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു തീരുമാനമെടുത്ത് കൃത്യമായ ഒരു വേ ഓഫ് ഓപ്പറേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒരു SME തന്നെയാണ്. അത് ചിലപ്പോൾ ഇന്നൊവേഷൻ ഉണ്ടാകാം, ഇന്നൊവേഷൻ ഇല്ലായിരിക്കാം, കൺവെൻഷണലായ മെത്തേഡിൽ തന്നെ ആണെങ്കിലും യാതൊരു കുഴപ്പമില്ല. ആ തരത്തിലാണ് SMEയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്റ്റാർട്ടപ്പിനുള്ളതുപോലെയുള്ള റിസ്ക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും അധികം ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സേഫ് സൈഡാണ് SMEs എന്ന് പറയുന്നത്. ഇപ്പോൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് SMEകൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആൾ അദ്ദേഹത്തിനൊരു സംരംഭം ആരംഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹവുമായിട്ടാണ് ഞങ്ങളുടെ ഓഫീസിൽ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും വ്യവസായ ഓഫീസിൽ വരുന്നതെങ്കിൽ അവിടെ തൊട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുവാനുള്ള ഓഫർ. നിങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങൾക്കൊരു സംരംഭകനാകണം, ഇന്ന ഒരു മേഖലയിൽ ഒരു സംരംഭം ആരംഭിക്കുവാനായിട്ട് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, അതിനെക്കുറിച്ച് ചിലപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു അറിവ് ഉണ്ടാകണമെന്നില്ല എങ്കിൽ പോലും അതിന് ആവശ്യമായ അനുമതികൾ എന്തൊക്കെയാണ്, അതിനാവശ്യമായ മറ്റ് സേവനങ്ങൾ ഏതെങ്കിലും ഓഫീസുകളിൽ നിന്ന് ലഭ്യമാക്കേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനാവശ്യമായ ഫിനാൻസ് എവിടെ നിന്ന് കിട്ടും തുടങ്ങിയ കാര്യങ്ങളിൽ, അതോടൊപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള നോഹോ എവിടെ നിന്ന് കിട്ടും, ഇപ്പോൾ ടെക്നോളജി എവിടെ നിന്നെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എവിടെ നിന്നെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത്, ആ കാര്യങ്ങളെക്കുറിച്ച് പോലും കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകി സംരംഭങ്ങൾ ആരംഭിക്കുവാനായിട്ട് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് വ്യവസായ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് വരുന്നത് നമ്മളൊരു സംരംഭകന് ആവശ്യമായ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സംരംഭത്തിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കഴിഞ്ഞാൽ അതിനാവശ്യമായ അനുമതികളിലേക്ക് കടക്കണം. അനുമതികളില്ലാതെ സംരംഭങ്ങൾ പ്രവർത്തിക്കാൻ കഴിയില്ല. ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഫിനാൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിന് ഫിനാൻസ് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതിന് ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് സ്കെയിലപ്പ് ആവശ്യമുണ്ടെങ്കിൽ ആ തരത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ മേഖലകളിലും സംരംഭം ആരംഭിക്കണം എന്നുള്ള ആഗ്രഹവുമായി ഒരാൾ വരികയാണെങ്കിൽ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് തൊട്ട് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ സംരംഭം ആരംഭിച്ച് അതിൻ്റെ സ്കെയിലപ്പ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ പ്രവൃത്തികളിലും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന് പദ്ധതികളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ഞാൻ പറഞ്ഞു, ഒരു സംരംഭകൻ വന്നു, അദ്ദേഹത്തിൻ്റെ ഒരു നോഹൗ അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു മേഖല, ഒരു ഫുഡിൻ്റെ യൂണിറ്റ് തന്നെ ആയിക്കൊള്ളട്ടെ, ഫുഡിൻ്റെ യൂണിറ്റ് അദ്ദേഹത്തിന് ഒരു അച്ചാർ യൂണിറ്റാണ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ടെക്നോളജി കാര്യങ്ങൾ, അതിൻ്റെ പാക്കിങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിന് പല സംശയങ്ങളുണ്ട്. അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് അദ്ദേഹത്തെ ഉദ്ദേശിക്കുന്ന രീതിയിൽ, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ഒരു സാധനം വെച്ച് വിറ്റ് പോകണമെങ്കിൽ കുറഞ്ഞ ഒരു 3 to 6 months നമുക്ക് ഷെൽഫ് ലൈഫ് വേണം. ചിലപ്പോൾ അത് കിട്ടുന്നതിൽ സംശയമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടുമായിട്ട് അദ്ദേഹത്തിന് ഡിസ്കസ് ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഒരു സാങ്കേതിക വിധത്തിൻ്റെയോ ഒരു റിസർച്ച് ഓർഗനൈസേഷൻ്റെയോ സേവനം അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വ്യവസായ വകുപ്പിന് കഴിയും. അതിനായിട്ട് MSME ക്ലിനിക്കുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. യാതൊരു പണച്ചെലവുമില്ലാതെ സംരംഭകന് അത്ര എക്സ്പെർട്ടുകളുടെ സേവനം ലഭ്യമാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. അതിനുശേഷം അദ്ദേഹത്തിന് ആവശ്യമായ അനുമതികൾ നേടിക്കൊടുക്കുക. അനുമതികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ കാര്യമല്ല. എത്ര പണം ഉണ്ടെങ്കിലും ചിലപ്പോൾ അനുമതികളില്ലെങ്കിൽ സംരംഭം ആരംഭിക്കാൻ കഴിയില്ല. അതിന് അനുമതികൾ എടുത്തു കൊടുക്കുന്നതിനായിട്ട് സഹായിക്കുന്നതിനായിട്ടുള്ള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് എല്ലാ ജില്ലകളിലും സജീവമാണ്. മലപ്പുറത്ത് ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് വേണ്ട തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ LSTDകളുടെ അനുമതിയില്ലാതെ ഒരു സംരംഭവും നടത്താൻ കഴിയില്ല. അതിൽ തന്നെ KSIFT എന്ന് പറയുന്ന കേരള MSME ഫെസിലിറ്റേഷൻ ആക്ട് പ്രകാരം ഒരു സംരംഭകന് 3.5 വർഷത്തേക്ക് ഒരു തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ അനുമതി കൂടാതെ തന്നെ സംരംഭങ്ങൾ പ്രവർത്തിക്കുവാനുള്ള KSIFT മുഖേന, ഓൺലൈൻ മുഖേന നമുക്കൊരു അനുമതി ലഭ്യമാകും. 3.5 വർഷം വാലിഡിറ്റിയുള്ള KSIFT അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ലഭ്യമാകും. അത് വ്യവസായ വകുപ്പിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ അനുമതികളുടെ കാര്യത്തിൽ അത്തരത്തിൽ തീരുമാനമായി. അതിനകത്ത് സംരംഭങ്ങളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രവൃത്തികളോ മാലിന്യ സംസ്കരണമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആവശ്യമാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ ഫാക്ടറികളുടെ ബോയിലേഴ്സോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആവശ്യമാണെങ്കിൽ, അങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസ് പിന്നെ വരുന്നതനുസരിച്ച് പല വകുപ്പുകളുടെയും കൂടി അനുമതികൾ ആവശ്യമായിട്ട് വരും. ഈ അനുമതികളെല്ലാം നേടിയതിന് ശേഷമായിരിക്കണം സംരംഭം ആരംഭിക്കേണ്ടത്.
ഇതോടൊപ്പം തന്നെയാണ് ധനകാര്യ സ്ഥാപനത്തിൻ്റെ സേവനം നമുക്ക് വേണ്ടി വരുന്നത്. ബാങ്കുകളുടെ വായ്പയാകാം, എല്ലാവർക്കും ചിലപ്പോൾ സ്വന്തം നിലയിൽ പണം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അതിനകത്ത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുണ്ട്, ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. ഇവരുടെ വായ്പ ലഭ്യമാകണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു DPR തയ്യാറാക്കി, പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി അവർക്ക് കൊടുക്കേണ്ടി വരും. പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ ആ പ്രോജക്റ്റ് റിപ്പോർട്ട് വെറ്റ് ചെയ്ത് അതിൻ്റെ ഫീസിബിലിറ്റി പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സഹിതമാണ് വ്യവസായ വകുപ്പ് ബാങ്കുകളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ധനകാര്യ സ്ഥാപനത്തിൽ ഒരു സംരംഭകനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അയാൾക്ക് ആവശ്യമായിട്ടുള്ള വായ്പ കിട്ടുന്നത് വരെയുള്ള സാഹചര്യം ഒരുക്കാൻ വ്യവസായ വകുപ്പിന് കഴിയും. അതിനുശേഷമാണ് നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും സബ്സിഡി കൊടുക്കുന്ന സ്കീമുകൾ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന നിരവധിയായ സ്കീമുകൾ വ്യവസായ വകുപ്പിനുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സ്കീമിൽ ഒരു സംരംഭകനെ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതും ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരിക്കും ഒരുപക്ഷെ ഈ ഫിനാൻഷ്യൽ പാക്കേജ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രപ്പോസൽ ബാങ്കിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംരംഭകൻ എടുക്കുന്ന ഫിനാൻഷ്യൽ റിസ്കിൻ്റെ ഒരു ഭാഗം ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ വകുപ്പ് എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് സബ്സിഡി ഒരു 35% അല്ലെങ്കിൽ 30% സബ്സിഡി കൊടുക്കുക എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു ആശയവുമായി വരുന്ന സംരംഭകനെ സഹായിക്കുക എന്നുള്ള ആ ഒരു ഘട്ടം മുതൽ അദ്ദേഹത്തിൻ്റെ സംരംഭം ആരംഭിച്ച് അടുത്ത സ്കെയിലപ്പിന് വേണ്ടുന്ന ഘട്ടം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും വ്യവസായ വകുപ്പിന് സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒന്ന് ചുരുക്കി പറയാനുള്ളത്. കൂടുതൽ വിശദമായ ചർച്ചകളിൽ കൂടുതൽ പദ്ധതികളിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു സാർ. അടുത്തത് ചന്ദ്രൻ സാറിനോടാണ്. സാറിൻ്റെ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസിൽ, അതായത് സർവീസിലിരിക്കുമ്പോഴും അവിടെ നിന്ന് ഇറങ്ങിയിട്ടും ഇപ്പോഴും സ്റ്റാർട്ടപ്പുകളെ ആണെങ്കിലും അല്ലെങ്കിൽ SMEകളെ ആയാലും കൺസൾട്ട് ചെയ്തിട്ടും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നടത്തിക്കൊണ്ടാണ് സാറിൻ്റെ ഇപ്പോഴും പോകുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ നമ്മുടെ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? അപ്പോൾ നമ്മുടെ അടുത്താണെങ്കിലും വരുന്ന മിക്കവാറും പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ക്രഞ്ച് ആയിരിക്കും. അതല്ലെങ്കിൽ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ പ്രോപ്പർ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ്, ഒരു ടാലൻറ്റ് അക്വിസിഷൻ എന്നുള്ളത്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളായിരിക്കും വരുന്നത്. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ വ്യവസായികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ്? അതിന് സാറിന് കൊടുക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 2 വർഷം മുൻപ് 2-3 വർഷം മുൻപ് വ്യവസായ വകുപ്പ് ഒരു പഠനം നടത്തി. അതായത് കേരളത്തിൽ ഏകദേശം 3 ലക്ഷത്തിൽ ചില്ലാനും സംരംഭങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ട് എല്ലാ ജില്ലയ്ക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ സംരംഭങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കണം. അത് അവിടെ ചെന്ന് ജിയോ ടാഗിങ് നടത്തണം. ആ സ്ഥാപനത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യണം. ഇതായിരുന്നു ടാസ്ക്. അപ്പോൾ ഇങ്ങനെ ഈ 3 ലക്ഷത്തിൽ ചില്ലാനും സംരംഭങ്ങൾ സർവേ ചെയ്ത് വന്നപ്പോൾ ആകെ നമുക്ക് സസ്റ്റൈനബിളായിട്ട് അപ്പോൾ വളരെ പഴയ യൂണിറ്റുകളൊക്കെ അതിലുണ്ടായിരുന്നു. സസ്റ്റൈനബിളായിട്ട് കണ്ടത് 1 ലക്ഷത്തിൽ ചില്ലാനും സംരംഭങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംരംഭങ്ങൾ ഇങ്ങനെ ഇത്രയും കാലത്തിനിടയിൽ പൂട്ടിപ്പോയത് എന്ന് പഠിക്കുമ്പോഴാണ് സാറ് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പ്രസക്തമാകുന്നത്. എന്തുകൊണ്ടാണ് ഈ സംരംഭങ്ങൾ പൂട്ടിപ്പോയത്? ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് മാർക്കറ്റ് തന്നെയാണ്. ഒരു സംരംഭം തുടങ്ങുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒരു വ്യക്തി ഞാനൊരു ബിസിനസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവരാദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം ആ ബിസിനസ് ഈ സൊസൈറ്റിക്ക് ആവശ്യമുള്ളതാണോ ഇല്ലയോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല സംരംഭകരും ചെയ്യാത്തൊരു കാര്യവും അതാണ്. ഞങ്ങൾ ഈ മലയാള മനോരമയുടെ സമ്പാദ്യ മാസികയ്ക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് നമ്മുടെ ഉജാല രാമചന്ദ്രനെ മുംബൈയിൽ പോയി കണ്ടപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, പുതിയ സംരംഭകരോട് 3 ടിപ്സ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നാമത് പറഞ്ഞ ടിപ്സ്, പുതുതായി സംരംഭം തുടങ്ങാൻ വരുന്നവർ ചെയ്യേണ്ടത് 1, ഒബ്സർവ് ദ സൊസൈറ്റി, 2, ഫൈൻഡ് ഔട്ട് ദ ഗ്യാപ്പ്, 3, ട്രൈ ടു ഫിൽ അപ്പ് ദ ഗ്യാപ്പ്, യുവർ റോൾ ഈസ് ഓവർ. പുള്ളി ഞങ്ങളോട് പറഞ്ഞ ചെറിയ വാചകമാണത്. സൊസൈറ്റിയെ ഒബ്സർവ് ചെയ്യാൻ നിങ്ങൾ പുതിയ സംരംഭകരോട് പറയണം. സൊസൈറ്റിയുടെ ഗ്യാപ്പ്, ആവശ്യമുള്ളത് എന്താണ് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തണം. അത് കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ ആ 3 ചെറിയ ടിപ്സ് എന്ന് പറയുന്നത്. എത്രമാത്രം അതിൽ ഇൻവോൾവ്ഡ് ആണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഏതൊരു സംരംഭവും പിറന്നു വീഴേണ്ടത്, ജനിക്കേണ്ടത് അതിൻ്റെ റിക്വയർമെൻറ്റിൽ നിന്ന് ആയിരിക്കണം. ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പല പ്രോഡക്റ്റുകളും മറ്റ് പല ആളുകളും ചെയ്യുന്നുണ്ടാകും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി
വിഭിന്നമായി ഇന്നവേറ്റീവായി കൂടുതൽ കസ്റ്റമേഴ്സിന് കൺവീനിയൻ്റായി എങ്ങനെ നമ്മുടെ സംരംഭത്തെ പരുവപ്പെടുത്താൻ പറ്റും എന്ന് തീരുമാനിച്ച് ഉറച്ചുകൊണ്ട്, അതായത് വിൽക്കാവുന്നവ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വരികയാണ് എങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഒരു ഈ പറയുന്ന നേരത്തെ ഫേസ് ചെയ്യുന്ന പ്രശ്നം, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇനി കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യം വെച്ചുകൊണ്ട് നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുറേയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മളൊരു സംരംഭക സൗഹൃദമല്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ കുറേയേറെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചു. 2018 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കേരള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് മുതൽ അതുപോലെ കേരള MSME ഫെസിലിറ്റേഷൻ ആക്ട്, ഈ 2 നിയമങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്ത് ചെറുകിട സംരംഭകരെ, വ്യവസായികളെ സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ്. ഞാൻ സർവീസിൽ കയറുന്നത് 10-35 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് എൻ്റെ മുമ്പിൽ വരുന്നൊരു സംരംഭകൻ പറയുന്നൊരു കാര്യം, സാർ ഞാനൊരു ലൈസൻസിന് അപേക്ഷിച്ചിട്ടുണ്ട്, എനിക്കത് കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ 6 മാസം കഴിഞ്ഞിട്ടും പറ്റിയിട്ടില്ല. ഒന്നുകിൽ റിജക്റ്റ് ചെയ്തൊരു തീരുമാനം ഉണ്ടാക്കി കൊടുത്താൽ മതി, അതിന് പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് ഈ 2019 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം വന്നപ്പോൾ അതിനെ പൂർണ്ണമായി എടുത്തു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഓൺലൈനിൽ ഒരു ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്യൂ, 30 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകും, ഒന്നുകിൽ റിജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ പാസ്സാക്കും. അപ്പോൾ ആ ലെവലിലേക്ക് കാര്യങ്ങൾ വന്നു. അതുപോലെ തന്നെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്ന സംവിധാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലൈസൻസ് ഓരോ വർഷവും സാധാരണ സംരംഭകർ പുതുക്കണമായിരുന്നു. ഇപ്പോൾ 5 വർഷത്തേക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കണം എന്ന നിയമം കൊണ്ടുവന്നു ഈ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ. ഓരോ സംരംഭകനും ഓരോ വർഷവും ലൈസൻസ് പുതുക്കാൻ നടക്കേണ്ട ആവശ്യമില്ല. ഈ പലപ്പോഴും പല സെക്രട്ടറിമാരും പല സ്ഥാപനങ്ങളും ഇത് പാലിക്കാത്ത അവസ്ഥയും ഇന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ടേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അത് പാലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പഞ്ചായത്ത് രാജ് ആക്ട്, മുനിസിപ്പൽ ആക്ട് പോലുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് മെമ്മോ, ഒരു ചെറുകിട സംരംഭകൻ ഒരു സംരംഭം തുടങ്ങി അതിനെക്കുറിച്ചൊരു പരാതി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ കലാപരിപാടിയാണ് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്തു വന്നത്. അതിന് അറുതി വരുത്തിക്കൊണ്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു പഞ്ചായത്തിന് ഈ സ്ഥാപനം പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അതിന് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ പാടില്ല. മറിച്ച് ഇത് പരിശോധിക്കാൻ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ടും അവിടെ പൊല്യൂഷൻ ഉണ്ടെങ്കിലും ആ സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ പാടില്ല. മറിച്ച് ആ പൊല്യൂഷൻ നിലനിൽക്കുന്ന പൊല്യൂഷൻ പരിഹരിക്കുന്നതിന് എത്ര സമയം ആ സംരംഭകന് വേണമോ അത്രയും സമയം ആ സംരംഭകന് അനുവദിച്ചു കൊടുത്തിട്ടും അദ്ദേഹം അത് പരിഹരിച്ചില്ലെങ്കിൽ മാത്രമേ ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാവൂ എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് ഒരു ആക്ട് ഉണ്ടാക്കി. കേവലം ഒരു ഗവൺമെൻറ് ഓർഡർ അല്ല, ഒരു നിയമം ഉണ്ടാക്കി, നിയമസഭ പാസ്സാക്കിയ ഒരു നിയമമുണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഈ അദ്ദേഹം സൂചിപ്പിച്ചതുപോലുള്ള പ്രശ്നങ്ങൾ സംരംഭകർ ഫേസ് ചെയ്യുന്ന കേരളത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും പരിഹരിക്കാനുണ്ട്. അതും ഘട്ടം ഘട്ടമായി പരിഹരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ സംരംഭ മേഖല എത്തും എന്ന് തന്നെയാണ് നാം വിചാരിക്കുന്നത്. താങ്ക് യു സർ. ഇനി നമ്മളൊരു വ്യവസായം തുടങ്ങുക എന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ ഒരു MSME സ്റ്റാർട്ട് ചെയ്തു ബിസിനസ്സുകാരനാണെങ്കിൽ പോലും രാവിലെ ഇതിൽ ഉണ്ണീൻക സൂചിപ്പിച്ചിരുന്ന പോലെ നമ്മളിതിൽ പറഞ്ഞിരുന്നു, മിക്കവാറും ബിസിനസ്സുകാർ ബിസിനസ് തുടങ്ങുന്നുണ്ട്, പക്ഷെ അൾട്ടിമേറ്റ്ലി അതൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. അതായത് ഒരു സിസ്റ്റം ഡ്രീവൺ അല്ല, ഒന്നുകിൽ അവിടുത്തെ ഒരു കോർ സ്റ്റാഫായിരിക്കും അതിന് ലീഡ് ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റാഫ് പോകുന്നതോടുകൂടി കംപ്ലീറ്റ് ബിസിനസ്സിൻ്റെ പ്രോസസ്സ് തന്നെ അവതാളത്തിലായി പോകും. അതായത് പീപ്പിൾ ഡ്രീവൺ ആയിട്ടാണ് മിക്കവാറും ഇന്ന് കാണുന്ന മെയിൻലി ഈ SMEസിൻ്റെ മെയിൻ ഒരു ഇഷ്യൂ തന്നെ അതാണ്. അതായത് ഈ ഒരു പീപ്പിൾ ഡ്രീവൺ ആയിട്ടുള്ള ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക, അതിനൊരു ലോങ് ടേമിലേക്ക് മാറ്റുക എന്നുള്ളതിലേക്ക്
നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സാർ ഒരു ബിസിനസ്സുകാരനാണ്, ഒരുപാട് ബിസിനസ്സുകാർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളൊരു പീപ്പിൾ ഡ്രിവൺ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഇല്ലാത്ത, ലോങ് ടേം വിഷൻ ഇല്ലാത്ത ഒരു കമ്പനിയെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ചെക്ക് ലിസ്റ്റുകളാണ് ഒരു വ്യവസായി എന്നുള്ള രീതിയിൽ ആ ഒരു വ്യവസായത്തെ ലോങ് ടേം സസ്റ്റൈനബിൾ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യവസായി ചെയ്യേണ്ട കുറച്ച് ചെക്ക് ലിസ്റ്റുകൾ സാറിൻ്റെ ഒരു വ്യൂവിൽ. ഒരു വ്യവസായത്തിൻ്റെ നിലനിൽപ്പും നടത്തിപ്പും എന്ന് പറയുന്നത് ഒരിക്കലും അതിൻ്റെ ഉടമയെ മാത്രം ആശ്രയിച്ചിരിക്കരുത് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. കാരണം നമ്മൾക്ക് ഈ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ എന്താണ്, നമ്മൾ കട പൂട്ടി താക്കോലും മടിശീലയിൽ വെച്ച് നമ്മുടെ മേശയ്ക്കകത്ത് കൊണ്ടുവച്ചാൽ ഉറക്കം വരുള്ളൂ, പിറ്റേ ദിവസം നമ്മൾ വന്ന് സ്ഥാപനം തുറന്നു കൊടുക്കണം എന്നുള്ളതായിരുന്നു. നമ്മൾ ആ സ്ഥാപനത്തിൽ ഇടപെട്ടെങ്കിലേ അത് വളരുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെയും പണം സൂക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെയും താക്കോല് സൂക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം അവിടുത്തെ ആ സ്ഥാപനത്തിൻ്റെ പോളിസി എന്താണെന്നും ആ സ്ഥാപനത്തിൻ്റെ രീതി എന്താണെന്നും നമ്മളുടെ ജീവനക്കാരെ കൃത്യമായി നമ്മൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച് വിശ്വാസത്തിലെടുത്തു കഴിഞ്ഞാൽ, അവരെ അതിലേക്ക് മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ആ സ്ഥാപനത്തിൽ അവിടെ കസേരയിൽ സ്ഥിരം ഇരുന്ന ആളുകളെ കണ്ട് കച്ചവടം നടത്തുക അല്ലെങ്കിൽ വ്യവസായം നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മളുടെ അഭാവത്തിലും ദിവസങ്ങളോളം, ഒരു ദിവസമല്ല മാസങ്ങളോളം ആ ഇൻഡസ്ട്രി നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമോ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തിയും അനുവാദവും അവർക്ക്. അത് എൻ്റെ ഒരു പ്രശ്നമുണ്ട്, പലപ്പോഴും തീരുമാനം ഞാൻ തന്നെ എടുക്കും എന്ന് പറയുന്ന പല ഓണർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. തീരുമാനം എടുക്കാൻ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവനക്കാർക്ക് അവസരം കൊടുത്തുകൂടാ? അവർ നമ്മളെക്കാൾ നന്നായിട്ട് ആ പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യും, നമ്മളെക്കാൾ നന്നായിട്ട് തീരുമാനമെടുക്കും. ഞാൻ പലപ്പോഴും ഈ ചെക്ക് സിസ്റ്റം ആയിരുന്നു നേരത്തെ, ഇപ്പോഴാണല്ലോ ഓൺലൈൻ ട്രാൻസ്ഫർ വന്നത്. ഈ ചെക്ക് സിസ്റ്റം ഇരുന്ന സമയത്ത് 100 എണ്ണത്തിൻ്റെ ഒരു ചെക്ക് ലീഫാണ് ഓഡി അക്കൗണ്ടിൽ കിട്ടുന്നത്, നിങ്ങൾക്കറിയാം. ഈ 100 ലീഫിൽ 50-60 ലീഫ് ഒപ്പിട്ട് വെച്ചിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരാളായിരുന്നു ഞാൻ. അത് അവർ എങ്ങനെ കൊടുക്കണു, എങ്ങനെ ചെയ്യണു എന്നുള്ളത് മാസാന്ത്യത്തിൽ എവിടെയെങ്കിലും നമ്മളൊരു കണക്ക് ഒരു സംസാരം ഉണ്ടാവും, അപ്പോൾ ഒന്ന് ചോദിക്കുന്നതല്ലാതെ അത് നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ട് പോവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ വന്നു, പാസ്വേഡും OTP എൻ്റെ കയ്യിലില്ല, അത് നമ്മുടെ സ്റ്റാഫിൻ്റെ ഓഫീസിലിരിക്കുന്ന സിസ്റ്റത്തിലോട്ടാണ് വരുന്നത്. അപ്പം നമ്മൾക്ക് അവരെ വിശ്വാസത്തിലെടുക്കാനും അവരിൽ നിന്ന് ആ വിശ്വാസം തിരിച്ചു മേടിക്കാനും കഴിയുക എന്നുള്ളതാണ്. ഞാനെപ്പോഴും ഈ ഓട്ടോമേഷൻ അല്ലെങ്കിൽ മനുഷ്യരഹിത സംവിധാനത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. കാരണം നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് വളർന്നൊരു ജീവിയല്ല മനുഷ്യൻ കൂട്ടായി വളർന്നതാണ്. മനുഷ്യൻ്റെ എല്ലാ അച്ചീവ്മെൻറ്റുകളും നമ്മൾ കൂട്ടായി ഷെയർ ചെയ്ത് വളർത്തിയെടുത്തതാണ്. അപ്പം നമ്മളുടെ ചുറ്റുപാട്, നമ്മളൊരു സംരംഭകനാകുമ്പോൾ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള 10-12 ആളുകളോ 15 ആളുകൾക്കോ നമ്മൾ തൊഴിൽ കൊടുക്കുന്നു, അവരുടെ കുടുംബങ്ങളിലേക്ക് അത് എത്തുന്നു, അവിടെ ലോജിസ്റ്റിക്കിൻ്റെ ഭാഗമായിട്ട് ആളുകളിലേക്ക് ആ പണം എത്തുന്നു, അവർ തിരിച്ചത് മാർക്കറ്റിലേക്ക് പോകുന്നു, പച്ചക്കറിക്കാരുടെ അടുത്ത് പണം എത്തുന്നു, അത് പലചരക്കടയിലെത്തുന്നു, തുണിക്കടയിലെത്തുന്നു, സിനിമാ തിയേറ്ററിലെത്തുന്നു, ഫുഡ് കോർട്ടിലെത്തുന്നു, അത് വീണ്ടും തിരിച്ചൊരു ഘട്ടത്തിൽ ഒരു ഉൽപ്പന്നമായിട്ട് ആ പണം നമ്മുടെ അടുത്തേക്ക് തിരിച്ചു. ഈ ഒരു സൈക്കിൾ നടക്കണമെങ്കിൽ മനുഷ്യൻ്റെ എൻഗേജ് മാത്രമേ സഹായിക്കുള്ളൂ. ഇവിടെ എല്ലാം നമ്മൾക്ക് പകരം പലപ്പോഴും ഓട്ടോമേഷനെയോ അല്ലെങ്കിൽ മറ്റ് സിസ്റ്റത്തെ, ഇപ്പോൾ ERP പോലുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ പരമാവധി ഞാൻ പറയുന്നത് മനുഷ്യൻ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന മേഖലകളിൽ മനുഷ്യനെ തന്നെ എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് അവരുടെ കണ്ണുകളിൽ നിന്ന് നമുക്കൊരു സ്നേഹം നേടിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നാളെ അവരുടെ കുടുംബാംഗങ്ങൾ അടക്കം നമ്മളെ ഓർത്തു വയ്ക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവിടെയാണ് ഒരു വ്യവസായി ആ നാടിന് ഗുണമുള്ള ഒരാളായി മാറുന്നത്. ഈ നാടിന് ഗുണമുള്ള ആളും ഓർമ്മിക്കപ്പെടുന്ന ഒരാളുമായി ഒരു വ്യവസായി മാറുക എന്നുള്ളതാണ് എന്താ പറയുക, അതൊരു ഒരു വലിയ ഘട്ടമാണ്. കാരണം പലപ്പോഴും നമ്മൾ ഈ സമൂഹം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ വ്യവസായവും നമ്മൾ വളർന്നത്. ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി പഠിച്ചിറങ്ങുന്നതിന് 27 ലക്ഷം രൂപ ചിലവുണ്ടെന്നാണ് കേഡിസ്കിൻ്റെ ഒരു കണക്ക് പുറത്തു വന്നത്. 27 ലക്ഷം രൂപ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, നമ്മളടക്കം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോൺട്രിബ്യൂഷൻ്റെ ഫലം നിങ്ങൾ ഇവിടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളോട് നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി സമൂഹത്തിലേക്ക് ഇറക്കി 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ആളായി മാറി അതിനെ വളർത്തിയെടുത്തത് തിരിച്ച് ഒരു 54 ലക്ഷം 60 ലക്ഷം രൂപയായിട്ട് തിരിച്ച് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് അടുത്തൊരു തലമുറയെ വളർത്തിയെടുക്കാൻ സ്റ്റേറ്റിന് പണം ഉണ്ടാവുന്നത്. അപ്പോൾ ആ സൈക്കിൾ നടക്കുകയും അത് വളരുകയും ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് പലപ്പോഴും ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ മനുഷ്യന് പരമാവധി കുറച്ച് ERP വരുന്നു, സിസ്റ്റം വരുന്നു, റോബോട്ടുകൾ വരുന്നു, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ പ്രൊഡക്ടിവിറ്റി കൂട്ടണം. ആത്യന്തികമായി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ആത്യന്തികമായി ബിസിനസ് എന്ന് പറയുന്നത് ലാഭം മാത്രമല്ല.
ലാഭം മാത്രമല്ല ബിസിനസ്, അതിനപ്പുറത്തേക്കുള്ള കുറേ കാര്യങ്ങളെയും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് ഒരു ബിസിനസ്സിൻ്റെ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ബാങ്കുകളുടെ ത്രൈമാസ ലാഭക്കണക്ക് പുറത്തു വരുന്നത് പത്രങ്ങളിലൂടെ നമ്മൾ കണ്ടു കാണും. 267 അല്ലെ, വലിയ കണക്കാണ്, സാറിനൊക്കെ അതറിയായിരിക്കും. ഈ കണക്കിൻ്റെ 50-60% സാധാരണക്കാരനായിട്ടുള്ള പശു വളർത്താൻ വായ്പ എടുത്തവർ മുണ്ട് മുറുക്കിയെടുത്തിട്ട് 14-16% കണക്കിൽ പൈസ കൊണ്ട് അടച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ ലാഭമാണ്. ഈ 24,000 കോടിയൊക്കെ ഒരു ബാങ്കിന് ഒരു വർഷത്തിൽ ലാഭം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ, പൊതുമേഖലാ ബാങ്കിന്? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അത് കുറച്ച് കൊടുത്താൽ, ഒരു 6% പലിശയ്ക്ക് വായ്പ കൊടുത്താൽ കുറഞ്ഞാൽ ഈ ലാഭം കുറയും, പക്ഷേ പ്രൊഡക്ടിവിറ്റി കൂടും, കൂടുതൽ ആളുകളിലേക്ക് പണം എത്തും, കൂടുതൽ ആളുകൾ എൻ്റർപ്രൈസുകളിലേക്ക് വരും, അവരുടെ എൻ്റർപ്രൈസുകൾ സസ്റ്റെയിൻ ചെയ്യും. കടം കയറി മുടിഞ്ഞു പോയ ഒരുപാട് ആളുകളുടെ ശാപം ഇത്തരത്തിലുള്ള നിരവധി ബാങ്കുകളുടെ മേലുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അവിടെ അവരെ ഒന്ന് താങ്ങി നിർത്താൻ, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബാങ്കിങ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളികളെ മനസ്സിലാക്കുന്ന ഉടമകൾ ഉണ്ടായി വരേണ്ടതുണ്ട്, ഉടമകളുടെ വിശ്വാസത്തിലെടുക്കുന്ന തൊഴിലാളികൾ ഉണ്ടായി വരേണ്ടത്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു വ്യവസായം നിലനിൽക്കുന്നത്. അത് സമൂഹത്തിന് ഗുണകരമാവണം, സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനും കൂടെ ഗുണകരമാവണം എന്നുള്ളതാണ് എനിക്കോട് അതിനോട് ചേർത്ത് പറയാനുള്ളത്. താങ്ക് യു. ക്വസ്റ്റ്യൻ ടു ദിനേശ് സർ. ഇപ്പോൾ നമ്മുടെ ഒരു വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിൻ്റെ കാര്യങ്ങളും തുടങ്ങാനുള്ള ലൈസൻസിങ്ങും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഒരു ഓൾറെഡി തുടങ്ങി അല്ലെങ്കിൽ ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ളൊരു ബിസിനസ് ഉണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ പിന്നെ നെക്സ്റ്റ് ലെവലിൽ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കെയിലബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ എന്നുള്ളൊരു ഏരിയയാണ്. അപ്പോൾ എക്സ്പാൻഷന് വേണ്ടി ഇപ്പോൾ സ്റ്റാർട്ടപ്സ് ചെയ്യുന്ന പോലെ ഫണ്ട് എടുക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ സൈഡിൽ നിന്ന് മിഷൻ 1000 പോലെ അല്ലെങ്കിൽ അതുപോലെ സ്കീംസിൽ എന്തൊക്കെയാണ് ഒരു വ്യവസായിക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ടുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ സ്കീമുകൾ, ഏതൊക്കെ രീതിയിലുള്ള അസിസ്റ്റൻസ് വ്യവസായ വകുപ്പിൽ നിന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിന് കൊടുക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമുക്ക് ശ്രീ ബൈജു നെടുങ്കേരി പറഞ്ഞ പോലെ ബാങ്കിൻ്റെ പലിശയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങിയാൽ, ശരിക്കും പറഞ്ഞാൽ പൊതുവേ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പലിശ എന്ന് പറയുന്നത് തന്നെയാണ്. നമ്മൾ അതിന് മുതലിനോടൊപ്പം അധികമായിട്ട് പലിശ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ പദ്ധതികൾ എന്ന് പറയുമ്പോൾ ഈ പലിശയുടെ ബേർഡൻ കുറയ്ക്കുന്ന പദ്ധതികൾ തൊട്ട് സ്കെയിലപ്പിനുള്ള പദ്ധതികൾ വരെ MSMEകൾക്കുണ്ട്. 2,51,00,000 രൂപ വരെ ഗ്രാൻഡായിട്ട് കൊടുക്കുന്ന പദ്ധതികൾ വ്യവസായ വകുപ്പിനുണ്ട് MSME മേഖലയിൽ. ലാർജ് മേഖലയിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 10 കോടി രൂപ വരെ ഗ്രാൻഡ് കൊടുക്കുന്ന സംരംഭങ്ങൾ വ്യവസായ വകുപ്പിനുണ്ട്, പദ്ധതികളുണ്ട്. അപ്പോൾ ഈ പലിശ എടുക്കുന്ന ആളുടെ ആ ഒരു ബർഡൻ കുറയ്ക്കുന്ന ചെറുകിട സംരംഭകർക്ക് 10 ലക്ഷം രൂപ വരെയുള്ള വായ്പ എടുത്ത് നിങ്ങളൊരു സംരംഭം ആരംഭിക്കുകയാണെങ്കിൽ ആ സംരംഭകന് ഓരോ 6 മാസം കൂടുമ്പോഴും അദ്ദേഹം അടയ്ക്കുന്ന പലിശയുടെ 6% വരെ തുക, നിങ്ങളൊരു 10% പലിശയ്ക്കാണ് വായ്പ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 6% വരെ റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് കൊടുക്കാനുള്ള പദ്ധതി വ്യവസായ വകുപ്പിനുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ബാങ്കിൻ്റെ പലിശയുടെ ബുദ്ധിമുട്ട് നമുക്ക് ഇത്തിരി കുറയ്ക്കാൻ കഴിയും. അവിടുന്ന് തുടങ്ങിയാൽ അടുത്ത പദ്ധതി, നിങ്ങളുടെ ഒരു സംരംഭം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള റിസ്ക്കുകളുണ്ട് നിങ്ങൾക്ക്. ചിലപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായേക്കാം, ചിലപ്പോൾ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായേക്കാം, ചിലപ്പോൾ ഒരു മോഷണം ഉണ്ടായേക്കാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷനാണ് നമ്മൾ ഇൻഷുറൻസുകൾ എടുക്കാറുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഇൻഷുറൻസിന് അടയ്ക്കേണ്ടി വരുന്ന വലിയ തുക പ്രീമിയം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പലരും ഇൻഷുറൻസ് എടുക്കാറില്ല. അപ്പോൾ അത്തരത്തിൽ സംരംഭകരെ സഹായിക്കുന്നതിനായിട്ട് പ്രീമിയം തുകയുടെ പകുതി പരമാവധി 5,000 രൂപ വരെ വ്യവസായ വകുപ്പ് തിരികെ കൊടുക്കുന്നുണ്ട്. ചെറുകിട സംരംഭകരുടെ കാര്യമാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു 10-30 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് എടുക്കുന്നതിന് ഒരു പ്രീമിയം ഒരു 7,000-8,000 രൂപയൊക്കെയാണ് വരുന്നത്. അതിൻ്റെ പകുതി പരമാവധി 5,000 രൂപ വരെ വ്യവസായ വകുപ്പിൽ നിന്ന് തിരിച്ചു കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ തുടങ്ങിയാൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വായ്പകൾ എടുക്കുമ്പോൾ അതിൻ്റെ സബ്സിഡി 15% മുതൽ 40% വരെ സബ്സിഡികൾ, പ്രോജക്റ്റ് തുകയ്ക്ക് സബ്സിഡി കിട്ടുന്ന പദ്ധതികളുണ്ട്. നിങ്ങൾ PMEGP എന്ന് പറയുന്നൊരു പദ്ധതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി. ആ പദ്ധതി പ്രകാരം ഉൽപ്പാദന സേവന സംരംഭങ്ങൾക്ക് നിങ്ങൾക്ക് വായ്പ എടുക്കാം, വായ്പ എടുത്ത് സംരംഭങ്ങൾ ആരംഭിക്കാം. ജനറൽ കാറ്റഗറി സംരംഭകർക്ക് 15% എന്നുള്ള നിലയ്ക്ക് മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപ്രദേശങ്ങളിൽ 25% സബ്സിഡിയും ജനറൽ കാറ്റഗറി സംരംഭകർക്ക് കിട്ടും. എല്ലാ വനിതകളും സ്പെഷ്യൽ കാറ്റഗറിയാണ്. മറ്റ് OBC മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് എല്ലാവർക്കും ആണെങ്കിൽ ഇത് 25% മുതൽ 35% വരെ പ്രോജക്റ്റ് കോസ്റ്റിന് അഗെയിൻസ്റ്റ് സബ്സിഡി കിട്ടുന്ന പദ്ധതികൾ നമുക്കുണ്ട്. ഇനി ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് നിങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ്, PMFME എന്ന് പറയുന്ന പേരിൽ ഫുഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി മാത്രം ഒരു പദ്ധതിയുണ്ട്. 35% നിങ്ങളുടെ സ്ഥിരാസ്തികളുടെ 35% പരമാവധി 10 ലക്ഷം രൂപ ഗ്രാൻഡായിട്ട് കിട്ടും.
ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ഈ രണ്ട് കിട്ടുന്ന സബ്സിഡിയും നിങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ ഈ 35% തുക കഴിച്ച് ബാക്കിയുള്ള തുകയും അതിൻ്റെ പലിശയും മാത്രം ബാങ്കിൽ അടച്ചാൽ മതിയാകും നിങ്ങൾക്ക്. അപ്പോൾ അതാണ് അതിൻ്റെ ആകർഷണമെന്ന് പറയുന്നത്. നിങ്ങൾ 10 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി ആരംഭിക്കുകയാണെങ്കിൽ 3.5 ലക്ഷം രൂപ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അതും അതിൻ്റെ പലിശ നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. ബാക്കി 6 ലക്ഷം രൂപയും അതിൻ്റെ പലിശയുടെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയാകും. പിന്നെ അതിനേക്കാളും കുറച്ച് വലിയ പദ്ധതികളാണ് നിങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ഥിരാസ്തികൾ കണക്കാക്കി പരമാവധി 40% വരെ 40 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് തിരിച്ചു തരുന്ന പദ്ധതികളുണ്ട്. എൻ്റർപ്രണർ സപ്പോർട്ട് സ്കീം എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഇതൊക്കെ പലരും ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കാം. എൻ്റർപ്രണർ സപ്പോർട്ട് സ്കീം എന്നുള്ള പദ്ധതിയുടെ ഇന്നലെ അതിൻ്റെ ജില്ലാതലത്തിലുള്ള ഒരു കമ്മിറ്റിയുടെ മീറ്റിംഗ് ആയിരുന്നു. ഏതാണ്ട് 30 സംരംഭകർക്കായിട്ട് 2.5 കോടി രൂപയുടെ ഗ്രാൻഡ് ഇന്നലെ ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. ആ കമ്മിറ്റി പാസ്സാക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ വലിയ സാമ്പത്തിക സഹായം കൊടുക്കുന്ന പദ്ധതികൾ ഇവിടെ MSME മേഖലയിലുണ്ട്. അത് കൂടാതെ തന്നെ പുതിയ ഇൻഡസ്ട്രിയൽ പോളിസി വന്നിട്ടുണ്ട്. 2023 ഇൻഡസ്ട്രിയൽ പോളിസി വന്നിട്ടുണ്ട്. ആ പോളിസിയിൽ അഡ്രസ്സ് ചെയ്യുന്ന 22 മേഖലയിലുള്ള സംരംഭങ്ങൾക്കായിട്ട് അവരുടെ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി എക്സംഷൻ കൊടുക്കുന്നുണ്ട്. നമ്മളിതിന് കറണ്ട് ബില്ല് നോക്കിയാൽ അറിയാം, അതിനകത്തൊരു ചെറിയൊരു പോർഷൻ തുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി എന്നുള്ളതാണ്. അത് ഗവൺമെൻറ്റിലേക്ക് പോകുന്ന വരുമാനമാണ്. ആ ഡ്യൂട്ടിക്ക് എക്സംഷൻ 5 വർഷത്തേക്ക് കൊടുക്കുന്നുണ്ട്. ആ GSTയുടെ കോൺട്രിബ്യൂഷൻ, സ്റ്റേറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ അത് തിരികെ കൊടുക്കാനുള്ള പദ്ധതികളുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ലോക്കലായിട്ടുള്ള എംപ്ലോയീസിനെയാണ് നിങ്ങൾ എംപ്ലോയ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആകെ ഉള്ള വർക്ക് ഫോഴ്സിൻ്റെ 50% ലോക്കൽ എംപ്ലോയീസ് ആണെങ്കിൽ 51% അതിൻ്റെ മുകളിലേക്ക് വരുന്ന ഓരോ ആളും അഡീഷണലായിട്ട് വെക്കുന്നവർക്ക് അയാളുടെ പെർ മന്ത് സാലറിയിൽ പരമാവധി 25% 5,000 രൂപ വരെ ഗവൺമെൻറ്റിൽ നിന്ന് തിരിച്ചു കൊടുക്കാനുള്ള പദ്ധതിയുണ്ട്. ലോക്കൽ എംപ്ലോയ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഒരു വ്യവസായ സംരംഭത്തിനായിട്ട് ഒരു വനിത ഒരു ഭൂമി വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സംഷനുള്ള പദ്ധതികളുണ്ട്. ഇത്തരത്തിൽ നിരവധിയായ ആനുകൂല്യങ്ങൾ വ്യവസായ വകുപ്പും സംരംഭകർക്കായിട്ട് കൊടുത്തു വരുന്നുണ്ട്. ഞാൻ 10 കോടി രൂപയുടെ കാര്യം പറഞ്ഞു. നിങ്ങളുടെ സംരംഭം ഒരു ലാർജ് സ്കെയിൽ സംരംഭമാണെങ്കിൽ, അതായത് MSME ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ കുറച്ചുകൂടെ വലിയ ഒരു ലെവൽ സംരംഭം ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണക്കാക്കി 10 കോടി രൂപ വരെ ഗ്രാൻഡ് കൊടുക്കാനുള്ള പദ്ധതികളുണ്ട്. ഇത്തരത്തിലുള്ള ഇൻസെൻറ്റീവുകൾ മാത്രമല്ല, ഇൻഫ്രാസ്ട്രക്ചർ, ഏതൊരു സംരംഭം ആരംഭിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ അനിവാര്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആവിഷ്കരിച്ചു വരുന്നുണ്ട്. 3 കോടി രൂപ വരെ അത്ര എസ്റ്റേറ്റുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാൻഡായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഏറ്റവും ആകർഷകമായ പദ്ധതികളാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന് നിലവിലുള്ളത്. സംരംഭകർ, അതിൻ്റെ MSME മേഖലയിലുള്ള സംരംഭകർ അത് പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കൂടിയിരിക്കുന്നവരോടുള്ള റിക്വസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. നമുക്ക് ടൈം കൺസ്ട്രെയിൻ്റ് ഉണ്ട്. ഇത്രയും ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഒരു മണിക്കൂർ സമയത്തേക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് പറ്റുന്ന സമയം കൊണ്ട് നമ്മുടെ പാനലിന് മാക്സിമം ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റി, നോളജ് ഷെയർ ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു.